നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അപകടത്തിന് വഴിയൊരുക്കിയിട്ടും കോതായിക്കുന്ന് ബൈപ്പാസിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തെ കുഴികൾ മൂടാൻ നടപടിയായില്ലെന്ന് ആരോപണം. വ്യാപാരോത്സവം 2026 തൊടുപുഴ നിയോജക മണ്ഡലം പ്രതിമാസ നറുക്കെടുപ്പ് നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വോട്ടർ പട്ടിക കൈമാറി. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സംഘർഷം. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചുപറിച്ചെന്ന ആരോപണം. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് പാർട്ടി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് ആരോപണം ഉന്നയിച്ചത്. വാർത്തകൾ വിശദമായി. അപകടത്തിന് വഴിയൊരുക്കിയിട്ടും കോതായിക്കുന്ന് ബൈപ്പാസിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തെ കുഴികൾ മൂടാൻ നടപടിയായില്ലെന്ന് ആരോപണം. സ്റ്റാൻഡിലേക്ക് ഇറക്കമായതിനാൽ വാഹനങ്ങൾ കുഴിയിൽപ്പെട്ടാൽ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം കാരണം രാത്രി സമയത്ത് കുഴികൾ ദൂരെ നിന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കുത്തനെയുള്ള ഇറക്കത്തിന് പുറമെ നടുവിൽ 2 കുഴികളും. അപകടത്തിന് വഴിയൊരുക്കിയിട്ടും കോതായിക്കുന്ന് ബൈപ്പാസിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തെ കുഴികൾ മൂടാൻ നടപടിയായില്ല. സ്റ്റാൻഡിലേക്കുള്ള വഴി താരതമ്യേന ഇറക്കമായതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ കുഴിയിൽപ്പെട്ടാൽ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. ചെറുതും വലുതുമായ കുഴികൾ കാരണം ഈ ഭാഗത്തെ റോഡ് മോശം അവസ്ഥയിലാണ്. മെയിൻ റോഡിലും സമാനമായ കുഴികളാണുള്ളത്. ദിവസേന ഒട്ടേറെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ഇത്. രാത്രി തെരുവു വിളക്കുകളുടെ അഭാവം കാരണം കുഴികൾ ദൂരെ നിന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയും. മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറയും. ഇതും അപകടം വർദ്ധിപ്പിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ചെറിയ കുഴികളാണ് വലിയ കുഴികളായി മാറിയിരിക്കുന്നത്. കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതുവരെ അത് ശരിയാക്കുന്നില്ല. വണ്ടികൾ വരുമ്പോൾ നല്ല ഇറക്കമിറങ്ങി വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യും. എല്ലാം മാറി മാറി പോവുക. ചാടുന്നുണ്ട്. തന്നെ നമ്മൾ വണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ അടിക്കും മുടക്കുമെന്ന് പറയാം. വലിയ ഹെവിയായിരിക്കും. ബസ്സുകളിൽ വന്ന് ചാടുമ്പോൾ തന്നെ ഉള്ള സൗണ്ട് കേട്ടാൽ തന്നെ പേടിയായി. പല പ്രാവശ്യമൊക്കെ പറഞ്ഞു നമ്മൾ മാറ്റം പറ്റിയിട്ടുമില്ല. അതുപോലെ തന്നെ കിടക്കുക. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ റോഡിലെ കുഴികൾ അടച്ചെങ്കിലും വീണ്ടും കുഴികൾ ഉണ്ടായി. അശാസ്ത്രീയമായ ടാറിംഗ് കാരണമാണ് കാലതാമസമില്ലാതെ കുഴികൾ രൂപപ്പെടുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാരോത്സവം 2026 തൊടുപുഴ നിയോജക മണ്ഡലം പ്രതിമാസ നറുക്കെടുപ്പ് മുതലക്കോടത്ത് നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാപാരോത്സവം 2026 തൊടുപുഴ നിയോജക മണ്ഡലം പ്രതിമാസ നറുക്കെടുപ്പ് മുതലക്കോടത്ത് സംഘടിപ്പിച്ചു. യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആഘോഷമായിട്ടാണ്, ഉത്സവമായിട്ടാണ് ഈ വ്യാപാരോത്സവ് 2026 സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക്, വ്യാപാരികൾക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു ചെറിയ ശതമാനം തുകയെങ്കിലും വിവിധ സമ്മാനങ്ങളിലൂടെ അവരുടെ പക്കലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒപ്പം വളരെ വ്യാപാര മാന്ദ്യം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വ്യാപാരികളും വ്യവസായികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാപാര മാന്ദ്യത്തിന് പല കാരണങ്ങളുണ്ട്. ഓൺലൈൻ വ്യാപാരങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുടെ വ്യാപാരങ്ങളും ഉപഭോക്താവിൻ്റെ വാങ്ങൽ ശേഷിയിലുള്ള കുറവുമെല്ലാം ഇതിന് കാരണങ്ങളാണ്. എങ്കിൽ പോലും ഇതിനെയെല്ലാം അതിജീവിക്കാൻ ഒരു നല്ല പരിധിവരെ
അവസരം ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഏകോപന സമിതി ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇങ്ങനെ ഒരു വ്യാപാര ഉത്സവ് എന്ന പേരിൽ ഒരു സമ്മാന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. മുതലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ R രമേശ്, ജില്ലാ സെക്രട്ടറി TC രാജു, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി BJ ചെറിയാൻ, വൈസ് പ്രസിഡന്റുമാരായ സജി കണ്ണമ്പുഴ, അശ്വതി മധു, ട്രഷറർ നൌഷാദ് മലനാട് എന്നിവർ സംസാരിച്ചു. മുതലക്കോടം യൂണിറ്റ് ഭാരവാഹികൾ, വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിൽ SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വോട്ടർ പട്ടിക കൈമാറി. യോഗത്തിൽ ജില്ലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, ഡെപ്യൂട്ടി കളക്ടർ അതുൽ V സ്വാമിനാഥ്, ഇടുക്കി മണ്ഡലം ERO മിനി K തോമസ്, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വോട്ടർ പട്ടിക കൈമാറി. നവംബർ 4 മുതൽ ജില്ലയിൽ നടന്നുകൊണ്ടിരുന്ന SIR വിജയകരമായി പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2025 നവംബർ 4-ന് നമ്മുടെ ഈ SIRന്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു. അതിൻ്റെ കരട് വോട്ടർ പട്ടിക ഡിസംബർ 23-ന് പ്രസിദ്ധീകരിച്ചു. ഈ ഡിസംബർ 23-ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മൾ ഇത് സംബന്ധമായിട്ടുള്ള ഹിയറിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് നടന്നു. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളമുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല, അതേസമയം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്യൂമറേഷൻ ഫോം വിതരണവുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കലും അതുപോലെ തന്നെ ഡിജിറ്റൈസേഷനും അതുപോലെ ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നമ്മുടെ ജില്ലയിലെ ഇലക്ഷൻ ടീം, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ നേരെ ഇലക്ഷൻ ടീം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ EROസും AEROസും അതുപോലെ തന്നെ നമ്മുടെ BLO സൂപ്പർവൈസേഴ്സ്, BLOs, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രാദേശിക തലത്തിലുള്ള BLAമാർ എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും സഹകരണവും കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി. ഇതുകൂടാതെ നമ്മുടെ ജില്ലാതലത്തിലും നമ്മുടെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെ വളരെ കൃത്യമായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചു. നമ്മുടെ വളരെ പീരിയോഡിക്കലായിട്ട് നടത്തിയ യോഗങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. അത് ജില്ലാതലത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ അവരുടെ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നമ്മുടെ അസംബ്ലി മണ്ഡല തലത്തിലും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗങ്ങൾ ചേർന്നു. അതുപോലെ തന്നെ നമ്മുടെ ബൂത്ത് തലത്തിലും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗങ്ങൾ കൃത്യമായിട്ട് ചേർന്ന് നമ്മുടെ വളരെ കൃത്യമായിട്ട് ഈ പ്രവർത്തനം ജില്ലയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു. അവരോടുള്ള ജില്ലാ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ടോ ഓൺലൈനായോ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പുവരുത്താം. വോട്ടർ പട്ടിക ഓൺലൈനായി ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരിശോധിക്കാം. അർഹരായ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അക്ഷയ സെന്ററുകൾ മുഖേനയോ കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയോ പേര് ചേർക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായും പേര് ചേർക്കാവുന്നതാണെന്നും ഇടുക്കി ജില്ലാ ഇലക്ഷൻ വിഭാഗം അറിയിച്ചു. യോഗത്തിൽ ഇടുക്കി ജില്ലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, ഡെപ്യൂട്ടി കളക്ടർ അതുൽ V സ്വാമിനാഥ്, ഇടുക്കി മണ്ഡലം ERO മിനി K തോമസ്, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സ് നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ KR സോമരാജൻ, അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട്, അഡ്വക്കേറ്റ് നീറനാൽ ബാലകൃഷ്ണൻ എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റിപ്പബ്ലിക് സദസ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആഴ്ചയിൽ ഒരു നേരം മാത്രം കഷ്ടി ആഹാരം കഴിക്കാനുള്ള ചിത്രത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ബാക്കി വശാൽ അങ്ങനെ ഒരാൾ പോലും കേരളത്തിൽ ഇല്ല എന്നതും നമ്മുടെ മാത്രം ഒരു അഹങ്കാരമായിരിക്കും, ഒരു സ്വകാര്യ അഹങ്കാരം.
ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. ലൈബ്രറി ഹാളിൽ പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ കെ ആർ സോമരാജൻ, അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട്, അഡ്വക്കേറ്റ് നീർനാൽ ബാലകൃഷ്ണൻ എന്നിവർ വിഷയാവതരണം നടത്തി. ഈ സാംസ്കാരിക പ്രസ്ഥാനത്തെ ഉത്തരോത്തരം ഉയർത്തിപ്പിടിക്കാനും വലുതാക്കാനും വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജയിക്കുന്ന ലൈബ്രറി നേതൃത്വം കൊടുക്കുമ്പോൾ അതിനൊപ്പം നിന്ന് കൂടെ നിന്ന് സഹായിച്ചും ഒപ്പം നിന്നും കൂട്ടുകൂടിയും ഈ പ്രസ്ഥാനത്തെയും ജയിക്കുന്ന ലൈബ്രറി മാത്രമല്ല കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പരസ്പരം കൈകോർത്തു നിൽക്കുന്ന കേരളത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക പ്രസ്ഥാനത്തിന് തണലേകി നിൽക്കുന്ന കേരളത്തിലെ ഗ്രന്ഥശാലയും ഗ്രന്ഥശാല പ്രസ്ഥാനവും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. യോഗത്തിൽ വെച്ച് കലാരംഗത്തെ പ്രതിഭകളായ ഷാജി മുതലക്കോടം, ബൈജു മാത്യു, സിനോൾ കെ ജോൺ, ടി പി ജെയിംസ്, എസ് വൈശാഖൻ എന്നിവരെയും കവികളായ തൊമ്മൻകുത്ത് ജോയി, രമാ പി നായർ, കൗസല്യ കൃഷ്ണൻ, കാർത്യായനി കൃഷ്ണൻകുട്ടി, ജോർജ് മുഞ്ഞനാടൻ, കായികരംഗത്ത് സൈക്ലിംഗ് യൂണിവേഴ്സിറ്റി മെഡൽ ജേതാവ് കിരൺ കണ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉപന്യാസ രചനാ മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും, പൊതുജനങ്ങൾക്കായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പി ആർ വിശ്വൻ സ്വാഗതവും ജോസ് തോമസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സംഘർഷം. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചുപറിച്ചെന്ന് ആരോപണം. പ്രതിപക്ഷാംഗം സിജി ചാക്കോയ്ക്കെതിരെയാണ് പരാതി. കയ്യാങ്കളിക്ക് പിന്നാലെ പോലീസ് കാവലിൽ നടപടികൾ പൂർത്തിയാക്കി. വാഴത്തോപ്പ് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കമ്മിറ്റി യോഗത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി പ്രതിപക്ഷാംഗമായ സിജി ചാക്കോ വലിച്ചുപറിച്ചെന്ന ഗുരുതര ആരോപണമുയർന്നു. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷാവസ്ഥ നിലനിന്നതോടെ ഇടുക്കി പോലീസിന്റെ കർശന കാവലിലാണ് കമ്മിറ്റി നടപടികൾ തുടരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരാണ് നിലനിന്നിരുന്നത്. ഇതിന്റെ തുടർച്ചയായി ഇന്ന് നടന്ന കമ്മിറ്റി യോഗത്തിനിടെ LDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. യോഗത്തിനിടെ മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉയർന്നിരുന്ന കള്ളി കള്ളി പെരുങ്കള്ളി എന്ന മുദ്രാവാക്യം പ്രതിപക്ഷാംഗമായ സിജി ചാക്കോ വീണ്ടും വിളിച്ചതോടെ വാക്കേറ്റം രൂക്ഷമായി. എന്നെ കമ്മിറ്റി കൂടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിജി ചാക്കോ എന്ന് പറഞ്ഞ മെമ്പറും പ്രഭാത് തങ്കച്ചനും നിരന്തരമായിട്ട് കമ്മിറ്റിയിൽ ഒച്ചപ്പാടും ബഹളവുമാണ്. അതായി കഴിഞ്ഞ് കമ്മിറ്റി കൂടാൻ സമ്മതിക്കാതെ ഒച്ചപ്പാടും ബഹളവും മോശമായ സഭ്യമല്ലാത്ത ഭാഷകൾ, ജനാധിപത്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള സഭ്യമല്ലാത്ത ഭാഷകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മോശമായിട്ട് കമ്മിറ്റി കൂടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ കമ്മിറ്റിയുടെ കൂടെ ജനറൽ കമ്മിറ്റിയുടെ കൂടണം, നിങ്ങൾക്ക് പ്രതിഷേധിക്കുന്ന പുറത്തിറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ നീ ആരാടി പറയാനെന്ന് ചോദിച്ചുകൊണ്ട് ചായ ക്ലാസ് ഞങ്ങളുടെ നേരേക്ക് തട്ടിമറിച്ചു ഒഴുക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെ പിടിച്ച് കൈ മാന്തി പറിക്കുകയും എൻ്റെ സാരി വലിച്ചു പറിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇറങ്ങി വന്ന വൈസ് പ്രസിഡന്റിനും അടി കൊടുക്കുകയും ഉന്തി തള്ളുകയും ഒക്കെ ഉണ്ടായി. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. ഇതിനിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി സിജി ചാക്കോ വലിച്ചു പറിച്ചതായി ആരോപണമുയർന്നത്. സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. SIമാരായ സാബു തോമസ്, ജോർജ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പഞ്ചായത്ത് ഓഫീസിൽ കാവൽ നിൽക്കുന്നത്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ പോലീസ് സാന്നിധ്യത്തിലാണ് കമ്മിറ്റി നടപടികൾ പൂർത്തീകരിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായ സാഹചര്യത്തിൽ പരാതി നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പറഞ്ഞു. പ്ലാൻ ഫണ്ട് വകമാറ്റിയെന്നാരോപിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിലാണ് ഫണ്ടുകൾ വകമാറ്റിയതെന്നും മുൻ ഭരണസമിതി നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഫണ്ട് ലാപ്സ് ആകാതിരിക്കാൻ വേണ്ടിയാണ് പുതിയ പദ്ധതികൾക്കായി പണം മാറ്റിവെച്ചതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ 7 വർഷമായി സ്വകാര്യ മേഖലയിൽ നടന്നിട്ടില്ലാത്ത ശമ്പള വർധനവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സൂചനാ സമരം നടത്തി. യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സമരം നടത്തിയത്. സംഘടനയ്ക്ക് സ്വാധീനമുള്ള ആശുപത്രികളിൽ 1/3 ജീവനക്കാർ മാത്രമാണ് ജോലിക്ക് ഹാജരാകുന്നത്. നിലവിൽ 20,000 രൂപയെന്ന അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 2023 UN നടത്തിയ സമരത്തിന്റെ ഭാഗമായി ശമ്പളം പരിഷ്കരിക്കാൻ ഉത്തരവിട്ടെങ്കിലും നാളിതുവരെ പ്രഖ്യാപനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2011 UN എന്നുള്ള സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 2011 മഹാഭൂരിപക്ഷം പേരും 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ തൊഴിലെടുത്തിരുന്നവരാണ് ആശുപത്രി മേഖല ഉണ്ടായിരുന്നത്. പരമാവധിയായ ശമ്പളം കിട്ടിയിരുന്നതിന് 2000 രൂപയാണ്. അവിടെ നിന്ന് അതിനുവേണ്ടി സമരം ചെയ്ത് 2012 2009 മിനിമം വേതനം കിട്ടുന്നത്. അതിനുശേഷം UN ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങി 2013 ഒരു ശമ്പള പരിഷ്കരണം ലഭിക്കേണ്ട. അങ്ങനെയാണ് ആദ്യമായിട്ട് നഴ്സുമാർക്ക് 10,000 രൂപ എന്നുള്ള ഒരു ശമ്പളം കിട്ടുന്നത്.
2013 അന്ന് നമുക്ക് സർക്കാർ എന്ന ഉറപ്പ് 2016 20,000 രൂപ ശമ്പളമാക്കി തരും. അത് പ്രകാരം 2016 നമ്മൾ വലിയ സമരം നടത്തി. പക്ഷെ അപ്പോൾ അതിന് ഭരണമാറ്റമുണ്ടായി. പിന്നെ തുടർച്ചയായി 2 വർഷം സമരം നടത്തി. അന്ന് UDF ഭരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു 20,000 രൂപ ശമ്പളം നടപ്പിലാക്കുമെന്ന്. തുടർച്ചയായി സമരത്തിൻ്റെ ഭാഗമായി 2018 ഏപ്രിൽ 23 20,000 രൂപ അടിസ്ഥാന ശമ്പളമായി. പക്ഷെ അന്ന് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത് സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ വേതനം സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്കും കിട്ടണം. അന്ന് ശമ്പളം വന്നപ്പോൾ തന്നെ അന്ന് നമ്മുടെ തൊഴിൽ വകുപ്പ് പറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അലവൻസുകളെല്ലാം പുനഃസ്ഥാപിച്ച് തരും, പുതിയ ഉത്തരവിറക്കും. അതൊരു മിനിമം വേസിൻ്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് 3 വർഷവും പരമാവധി കാലാവധി 5 വർഷമാണ്. 2018 ഏപ്രിൽ 23 ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായിട്ട് പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടത്തിയിട്ടില്ല. 2018 ശേഷം നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേരളത്തെയും നാടിനെയൊക്കെ താങ്ങി നിർത്തിയ നഴ്സുമാരടക്കമുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും യാതൊരുവിധ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാലാകപ്പട്ടം മാത്രമാണ് ചർച്ചയുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വീണ്ടും സമരരംഗത്ത് ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. 14 ദിവസം മുമ്പ് എല്ലാ അധികാരികൾക്കും മാനേജ്മെൻറ്റുകൾക്കും തൊഴിൽ വകുപ്പിനും എല്ലാം നോട്ടീസ് കൊടുത്തു. എന്നിട്ടും യാതൊരു നടപടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഫെബ്രുവരി 21 ആശുപത്രികളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കാതെ 1/3 ജീവനക്കാരെ മാത്രം നൽകിക്കൊണ്ട് മറ്റുള്ള നഴ്സുമാർക്ക് പണി മുടക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കൾ പ്രതിഷേധ പരിപാടിക്ക് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാറിനെതിരെ അണിനിരക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. തൊടുപുഴ ടൗൺ ഹാൾ പരിസരത്ത് നടത്തിയ പ്രതിഷേധം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യക്ഷത്തിൽ ഒന്നല്ല എന്ന് തോന്നാമെങ്കിലും പരസ്പരം ബന്ധിതമായ വിഷയങ്ങൾ ഇതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 2 വിഷയങ്ങളും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയപ്രഖ്യാപനങ്ങൾക്കെതിരെ അതിനുള്ള അവകാശം അയാൾക്ക് വ്യക്തിപരമായി എടുക്കാനില്ല എന്ന് അമേരിക്കൻ ഫെഡറൽ കോടതി പ്രഖ്യാപിച്ച ദിവസമാണ്. അത് ഇന്ന് വാർത്തയായിട്ട് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ജഡ്ജിയുടെ ഒരു ഹാമർ, ഒരു ചുറ്റിക ഇയാളുടെ തലയിലേക്ക് വന്ന് വീഴുന്നതായിട്ടുള്ള ഒരു ചിത്രം എടുത്തുകൊണ്ടാണ് ഇന്ന് പത്രങ്ങളിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് ഒരു കാര്യം ഈ മീഡിയ വഴി കേൾക്കുന്നുണ്ട്. എന്താണത്? അമേരിക്കയ്ക്ക് ഇഷ്ടമില്ല എങ്കിൽ, അമേരിക്കയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി ട്രംപിന് ഇഷ്ടമില്ല എങ്കിൽ ആ രാജ്യത്തിനെതിരായിട്ട് ശിക്ഷാ നടപടികൾ ആരംഭിക്കുകയാണ്. അത് കയറ്റിറക്കുന്ന നയങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലാണ് തീരുവ പ്രഖ്യാപനം. തീരുവയും അതിന്മേലുള്ള പിഴത്തീരുവയും ഒക്കെ ആയിട്ട് അത് 100ഉം 150ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെ ഒക്കെ തന്നെ ഇത്തരത്തിൽ വരുതിയിലാക്കാനായിട്ടുള്ള അയാളുടെ ഒരു മാർഗം എന്നുള്ള രൂപത്തിലാണ് ഈ തീരുവ കാണുന്നത്. അപ്പൊ അങ്ങനെ വ്യക്തിപരമായിട്ട് അത്തരമൊരു നടപടി എടുക്കാനാവില്ല എന്നുള്ളതാണ് അമേരിക്കയിലെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്.
അതിനുള്ള അവകാശം അവരുടെ സെനറ്റർമാരുടെ യോഗത്തിനാണ്, വ്യക്തിപരമായിട്ടല്ല. യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി, ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സദാശിവൻ, TJ ബേബി, ജോർജ്, PJ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പന്നൂർ NSS UP സ്കൂളിന്റെ 73ാം വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം രക്ഷാകർതൃ സംഗമവും നടത്തി. തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ബാലേഷ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിലെ റിട്ടയർഡ് HM മോട്ടിവേഷണൽ സ്പീക്കറുമായ രാജൻ CC മുഖ്യ പ്രഭാഷണം നടത്തി. പന്നൂർ NSS UP സ്കൂളിന്റെ 73ാം വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ബാലേഷ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരും ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നായർ സർവീസ് സൊസൈറ്റി ഇങ്ങനെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പ്രത്യേകം നിരീക്ഷിച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അത്യാധുനിക രീതിയിൽ മോടി പിടിപ്പിച്ചില്ലേലും അതിൻ്റെ തനതായ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് വളരെ ഭംഗിയായി ചലിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതേപോലെ തന്നെ കിടന്നിരുന്ന തൃക്കാരൂർ UP സ്കൂള്, അത് ആ ഭാഗത്തുള്ളവരെല്ലാം 7 കമ്മിറ്റികൾ കൂടി വിളിച്ചു കൂട്ടി അതൊരു എക്കണോമിക്കാക്കി മാറ്റുന്നതിനുള്ള നിരന്തര പരിശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അവസാന റൗണ്ട് വരെ എത്തിയെന്നല്ലാതെ വീണ്ടും അത് 7ലെ പിള്ളേർ പോയപ്പോൾ വീണ്ടും താഴേക്ക് പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളെല്ലാം കഴിയുന്ന രീതിയിൽ NSS ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതൊന്നും ഒരു ലാഭേച്ഛയില്ലാതെ പഠിക്കുന്നതിന് ഇതര സമുദായങ്ങൾ ഉൾപ്പെട്ട ധാരാളം കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉൾപ്പെടെ NSSന്റെ 200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇവരോട് ആരോടും ഒരു തലവരി പണമോ മറ്റൊരു പൈസയോ ഒന്നും വാങ്ങാതെ ഒരു സേവനമായി ആചാര്യം കാണിച്ചു തന്ന മാർഗത്തിൽ തുടരുന്നത് കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ കാഴ്ചയ്ക്ക് സ്വല്പം ശോഭ കുറഞ്ഞാലും അടിസ്ഥാനപരമായ സൗകര്യങ്ങളെല്ലാം അതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിലെ റിട്ടയർഡ് HM മോട്ടിവേഷണൽ സ്പീക്കറുമായ CC രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളൊന്നാണേ പാടാം, നമ്മളൊന്നാണേ, 4 കോണിൽ നിന്നു വന്നു ഇന്നലെ നാം പാടിയില്ലേ, നമ്മളൊന്നാണേ, നമ്മളൊന്നല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കുഞ്ഞ് മക്കൾ മുതൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സീനിയറായ കുറുപ്പുസാർ വരെയുള്ള എത്രയോ പേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാം കുട്ടികളായിരുന്നു, ഇപ്പോഴും കുട്ടികൾ തന്നെയാണ് മനസ്സിൽ. അങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ നല്ല വെളുത്ത ടീഷർട്ട്, അരികിൽ കറുത്ത കരയൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരാൾ ഇരിപ്പുണ്ട്, മുഖമൊക്കെ പൊത്തിപ്പിടിച്ചായിരിക്കുന്നത്. എന്താ പേര്? ജാഫർ. ഇടുക്കി ജാഫറിനെ പോലെ ഒരു ജാഫർ. അതിൻ്റെ പുറകിൽ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വിട്ട് കയ്യിലുമുണ്ട് പോലത്തെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് വേറൊരാൾ. അപ്പം ഇവരൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ പപ്പയും മമ്മിയും അച്ഛനും അമ്മയും ബാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ സുന്ദരനും സുന്ദരിയായിട്ട് നല്ലോണം കുളിപ്പിച്ച് തലമുടിയൊക്കെ ഈരി നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് ഭാഗമൊക്കെ തന്ന് എങ്ങനെ വിടുമ്പോൾ എന്താ പപ്പയുടെയും മമ്മിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ബാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ ഒക്കെ മനസ്സിൽ എന്താ ചിന്ത? എന്തായിരിക്കും? എന്തായിരിക്കും? ഇന്ന് പോയി പള്ളിക്കൂടത്തിൽ പോയി ആരോടെങ്കിലും അടിയൊക്കെ ഉണ്ടാക്കി കുഴപ്പമൊക്കെ ഉണ്ടാക്കി ടീച്ചർ വിളിക്കല്ലേ വിളിക്കല്ലേ എന്നാണോ? ആണോ? അല്ല പിന്നെന്താ? എന്താണെന്നറിയാമോ? ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ മനസ്സിൽ അവരിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ മിടുക്കന്മാരും വിടുമ്പോൾ അവരെങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് അവരുടെ മനസ്സിൽ എന്താ ചിന്ത? എന്താണെന്നറിയാമോ? പഠിച്ചു പഠിച്ചു പഠിച്ച് നീ ഒരു മിടുക്കനാകണം. എന്താണ്? ഒന്ന് പഠിക്കേ. പഠിച്ച് 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 നീ ഒരു മിടുക്കനാകണം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മായ PN സ്വാഗതം ആശംസിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെസി സണ്ണി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് TN കേശവക്കുറുപ്പ്, AN ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് G പ്രേംനാഥ്, K ജയരാജ്, ബിന്ദു PC, ആതിര രവി, ജസ്റ്റിൻ വർഗീസ്, അളകനന്ദ മധു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
1952 സ്ഥാപിതമായ ഈ സ്കൂളിൽ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ മുൻനിർത്തി പാഠ്യേതര പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടന്നുവരുന്നതായി അധ്യാപകർ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം, നേതൃത്വ പാഠവും സഹകരണ മനോഭാവം, സാമൂഹിക ബോധം എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ അധ്യാപകർ ശ്രദ്ധാലുക്കളാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് പാർട്ടി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് ആരോപണം. P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 CPM-ന് 4 കോടി സംഭാവന നൽകി. 2 വ്യത്യസ്ത അവസരങ്ങളിലായി 2 കോടി വീതവും നൽകി. ഇതിനു മുൻപ് കമ്പനിക്ക് കേരളവുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. US ആസ്ഥാനമായുള്ള ബ്ലാക്ക് സ്റ്റോൺ ഇൻകോർപ്പറേറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമാണ് P1. ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ പേര് P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരള, കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി 2021 ഈ 4 കോടി രൂപ എന്തടിസ്ഥാനത്തിലാണ് വാങ്ങിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നയം സംസാരിക്കുന്ന ശ്രീമാൻ MA ബേബി പൊതുസമൂഹത്തോട് ഇതിനൊരു ഉത്തരം പറയണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. 4 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2021 P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നൽകിയിട്ടുള്ളതിൻ്റെ അവരുടെ തന്നെ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ മാധ്യമപ്രവർത്തകർക്കും കാണാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകുവാനുണ്ടായിരുന്ന ക്ഷാമബത്ത കുടിശ്ശിക മുഴുവനായും നൽകിയ സർക്കാർ ഉത്തരവിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സിവിൽ സ്റ്റേഷനുകളിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ യോഗം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം VM ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകുവാനുണ്ടായിരുന്ന ക്ഷാമബത്ത കുടിശ്ശിക മുഴുവനായും നൽകിയ സർക്കാർ ഉത്തരവിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സിവിൽ സ്റ്റേഷനുകളിൽ പ്രകടനവും യോഗവും ചേർന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ യോഗം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാൻ ആവശ്യമായ വേതന വർധനവാണ് നൽകേണ്ടതെന്നും അത് ഔദാര്യമല്ല, അവകാശം വേണമെന്നും BJP ഗവൺമെന്റ് മനസ്സിലാക്കണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തുടർച്ച നമ്മുടെ നാടിന് അനിവാര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതിനുശേഷം നമ്മൾ ഒരു ഏകദിന പണിമുടക്കം നടത്തി. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ട രംഗത്തുള്ള ഏക സംഘടന എന്ന് ജോയിന്റ് കൗൺസിലിന് അവകാശപ്പെടാം. അത്തരത്തിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ സിവിൽ സർവീസിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ട പ്രവർത്തനം നടത്തുന്ന ഏക പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. എന്നാൽ പ്രതിപക്ഷ സംഘടനകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. കാരണം
ഇവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UDF സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ജീവനക്കാരെ വഞ്ചിച്ചവരാണ് അവർ. 2001-2006 കാലഘട്ടത്തിലുള്ള ഭരണത്തിൽ നമുക്കറിയാം, നമ്മളുടെ 28ഓളം ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത സർക്കാരാണ് കാലഘട്ടത്തിൽ UDF സർക്കാർ. അന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ ഇല്ലെങ്കിൽ പ്രളയമോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരിയോ ഉണ്ടായിരുന്നിട്ടല്ല. സർക്കാർ ജീവനക്കാരനോട് യാതൊരു കൂറും പുലർത്താതെ ഒരു സർക്കാർ ജീവനക്കാരുടെ വിശ്വാസത്തിലെടുക്കാതെ അവൻ്റെ ആനുകൂല്യങ്ങൾ ഒറ്റയടിക്ക് കവർന്നെടുക്കുന്ന സമീപനം ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചു. 2011 മുതൽ 2016 വരെ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള UDF സർക്കാരിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ UDF സർക്കാർ അത്തരത്തിൽ അധികാരത്തിലിരുന്നുകൊണ്ടും ആ UDF സർക്കാരിൻ്റെ കൂടെ ഒറ്റുകാരായി നിന്നുകൊണ്ട് സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ജോയിന്റ് കൗൺസിൽ നിരന്തരമായിട്ട് പോരാട്ട രംഗത്ത് പെൻഷന് വേണ്ടിയിട്ട് നിലയുറപ്പിക്കേണ്ടി വന്നത്. പോരാട്ടങ്ങൾ നടത്തുമ്പോൾ പെൻഷൻ സംരക്ഷിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R. ബിജുമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം VM ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി കളക്ടറേറ്റിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ജോൺസൺ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ദേവികുളം സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പരിപാടി സംസ്ഥാന കൗൺസിൽ അംഗം A. കുമാർ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടത്തിയ പരിപാടി സംസ്ഥാന കൗൺസിൽ അംഗം S. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പീരുമേട് സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം R. വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ നൂറുകണക്കിന് ജീവനക്കാർ പ്രകടനത്തിലും യോഗങ്ങളിലുമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മോഷ്ടാക്കൾ എന്ന സംശയത്തിൽ നാട്ടുകാർ നാടോടികളെ തടഞ്ഞു. വണ്ടമരത്തിനും ചെറുതോട്ടിൻകരയ്ക്കും ഇടയിൽ കപ്പത്തൊട്ടി ഭാഗത്ത് ഉച്ചയ്ക്കാണ് 8 സ്ത്രീകൾ അടങ്ങിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞത്. ഇവരുടെ കൈവശം ഒന്നിലേറെ വലിയ ചാക്കുകൾ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ നാട്ടുകാർ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിച്ചു. തുടർന്ന് കാളിയാർ പോലീസിലും വിവരമറിയിച്ചു. ഇതിന് പിന്നാലെ പോലീസ് എത്തി നാടോടികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പരിശോധിച്ചതിൽ നിന്നും ഇവരുടെ കൈവശമുള്ളത് ആക്രി സാധനങ്ങൾ മാത്രമാണെന്നാണ് കണ്ടെത്തിയത്. പരാതിക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇവരെ വിട്ടയച്ചു. പരാതി കിട്ടിയാൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്ന് കാളിയാർ പോലീസ് പറഞ്ഞു. വണ്ടമരത്തിനും ചെറുതോട്ടിൻകരയ്ക്കും ഇടയിൽ കപ്പത്തൊട്ടി ഭാഗത്താണ് ഉച്ചയ്ക്ക് ഇവരെ തടഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടത്തിന് വഴിയൊരുക്കിയിട്ടും കോതായിക്കുന്ന ബൈപ്പാസിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തെ കുഴികൾ മൂടാൻ നടപടിയായില്ലെന്ന് ആരോപണം. വ്യാപാരോത്സവം 2026 തൊടുപുഴ നിയോജക മണ്ഡലം പ്രതിമാസ നറുക്കെടുപ്പ് നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വോട്ടർ പട്ടിക കൈമാറി. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സംഘർഷം. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചുപറിച്ചെന്ന ആരോപണം. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് പാർട്ടി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് ആരോപണം ഉന്നയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.